ടൊവിനോ തോമസിൻ്റെ സിനിമ ARM സിനിമ റിലീസായി 2ാം ദിവസമാണ് തിയേറ്ററിൽ നിന്ന് ഞാൻ കണ്ടത്. 1ാം ദിവസം തന്നെ സിനിമയെക്കുറിച്ച് വളരെ പോസിറ്റീവായുള്ള റിവ്യൂകളും മറ്റുമാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2ാം ദിവസം സിനിമ കാണാൻ തീരുമാനിച്ചു. ഞാൻ 3D വേർഷനാണ് ഞാൻ കണ്ടത്. എന്തായാലും സിനിമ ഒരു 30 കോടി ബഡ്ജറ്റിലെടുത്ത സിനിമ എന്ന കണക്ക് മനസ്സിൽ കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ 30 കോടി ബഡ്ജറ്റിൽ ഒരു പൈസ പോലും വെറുതെ കളഞ്ഞിട്ടില്ല എന്ന് തോന്നിയ ഒരു സിനിമയായിരുന്നു ഈ ARM എന്ന സിനിമ. ഈ ARM എന്ന സിനിമയുടെ സംവിധായകൻ ജിതിൻ ലാൽ എന്ന സംവിധായകന് 100 മാർക്കും ഞാൻ കൊടുക്കും. കാരണം ഈ ARM എന്ന സിനിമ കൺസീവ് ചെയ്തിരിക്കുന്ന രീതി. അപ്പോൾ ഞാൻ ഇതുപോലെ എനിക്ക് ഈ സംവിധായകനെക്കുറിച്ച് ഫ്രം ദ ഹാർട്ട്, അതായത് ഉള്ളിൽ നിന്ന് പറയാൻ ഇതിനു മുമ്പ് ഒരു അവസരം എനിക്ക് കിട്ടിയത് ഈ ഭ്രമയുഗം എന്ന ചിത്രം ഇറങ്ങിയപ്പോഴായിരുന്നു. ആ ചിത്രത്തിൻ്റെ സംവിധായകൻ്റെ മികവ് ആ സിനിമയിലുടനീളം ഇങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ ഒരു സിനിമയാണ് ഈ ARM എന്ന ചിത്രം. ഒരു സംവിധായകൻ്റെ ഒരു കഴിവ് എല്ലാ മേഖലകളിലും ഒരുപോലെ ചെന്നെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ARM എന്ന സിനിമയുടെ മികവ്, അതുപോലെ തന്നെ ആ സംവിധായകൻ്റെ കഴിവ്. ഭ്രമയുഗം എന്ന ചിത്രം നമ്മൾ കണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. എങ്കിലും അതിൻ്റെ വിഷ്വൽസൊക്കെ അതിഗംഭീരമായിരുന്നു. അതിൻ്റെ വിഷ്വൽസ് തുടക്കം മുതൽ ഒടുക്കം വരെ. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ ഛായാഗ്രഹണം ജോമോൻ ടി ജോണാണ് നിർവഹിച്ചിരിക്കുന്നത്. ഈ സിനിമയിലുടനീളം തന്നെ ഒരു ഛായാഗ്രാഹകൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ചിത്രമാണ്. കൂടുതലും നൈറ്റ് സീക്വൻസുകൾ, കൂടുതലുള്ള വിഷ്വൽസുകൾ ഒരുപാടുള്ള ഒരു സിനിമയാണ് ഈ ARM എന്ന ചിത്രം. വളരെ മനോഹരമായി തന്നെ ജോമോൻ ടി ജോൺ അത് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് എന്നുള്ളത് കാഴ്ചക്കാരിൽ ഒരു സുഖമുള്ള ഒരു അനുഭവം തന്നെയാണ്. സിനിമയുടെ കഥ എഴുതിയ സുജിത് നമ്പ്യാർ സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെയും ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒരു ആശയക്കുഴപ്പത്തിനുള്ള ഒരു സാധ്യതയോ ഇല്ലാത്ത രീതിയിൽ സിനിമ വളരെ ഒരു ശാന്തമായി ഒഴുകുന്ന നദി പോലെ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ മനോഹരമായി തന്നെ ആ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മളും ആ സിനിമയ്ക്കൊത്ത് മുന്നോട്ട് നീങ്ങി ക്ലൈമാക്സ് വരെ നമ്മൾ സന്തോഷത്തോടു കൂടി കാണുവാനുള്ള ഒരു അവസരവും കൂടിയാണ് ഈ കഥാകൃത്ത് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അതുപോലെ സിനിമയുടെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ഞാൻ സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെയും ഞാൻ ശ്രദ്ധയോടുകൂടി ആണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ അതുപോലെ തന്നെ ഈ പാട്ടുകളും ഒക്കെ ശ്രദ്ധിച്ചിരുന്നത്. വളരെ ആസ്വാദ്യകരമായ രീതിയിൽ സിനിമ കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ദിബു നൈനാൻ തോമസ് എന്ന സംഗീത സംവിധായകൻ നമുക്ക് നൽകിയിരിക്കുന്നത്. സിനിമയുടെ പല ഭാഗങ്ങളിലും ഈ പശ്ചാത്തല സംഗീതം വളരെ മികവാർന്ന് നിന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു നിമിഷം തിയേറ്ററിൽ ഇരുന്ന് ആലോചിച്ചത് നമ്മുടെ ജോൺസൺ മാസ്റ്ററിൻ്റെയൊക്കെ പശ്ചാത്തല സംഗീതത്തെക്കുറിച്ചാണ് ഞാൻ ഓർത്തത്. കാര്യം അത്രത്തോളം ഈ വിഷ്വലുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു പശ്ചാത്തല സംഗീതമാണ് ജോൺസൺ മാസ്റ്ററിൻ്റെ മിക്ക ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും. അതുപോലെ എനിക്ക് ഈ ദിബു നൈനാൻ തോമസിൻ്റെ സംഗീതവും ഏകദേശം എനിക്ക് അതുപോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ജോൺസൺ മാസ്റ്ററിനെ ഓർത്തത്. അത്രയ്ക്ക് ആപ്റ്റായിട്ടുള്ള ഇതിന് മുകളിൽ മറ്റൊരു സംഗീതം വെച്ചാൽ അത് ശരിയാവില്ല. അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും വളരെ ഹൃദ്യമായ അവസാനം ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു പാട്ടുണ്ട്. അതൊക്കെ സിനിമയായിട്ട് ഇഴുകി ചേർന്ന് പറഞ്ഞ പിരിക്കാൻ പറ്റാത്ത തരത്തിൽ സിനിമയെ ഒട്ടിയിരിക്കുന്നത് പോലെ ഉള്ളൊരു ഫീലാണ് ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിന് എന്നുള്ളത് ഇന്നലെ ആ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഇത് 2Dയിൽ ഷൂട്ട് ചെയ്തിട്ട് 3Dയിലേക്ക് കൺവെർട്ട് ചെയ്ത സിനിമയാണെന്ന്. പക്ഷേ ഈ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ കണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു കൺവെർഷൻ 2D to 3D കൺവെർഷൻ നടത്തിയ ഒരു സിനിമയാണിതെന്ന് എനിക്ക് തോന്നിയതേയില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് 3D ചെയ്തിരിക്കുന്നത്. അതും ചില കേവ് സീക്വൻസുകളൊക്കെ ഉണ്ട് അത് ഈ സിനിമയ്ക്കുള്ളിൽ. ഞാൻ കൂടുതൽ കഥയിലേക്കൊന്നും കടക്കുന്നില്ല. കേവ് സീക്വൻസുകളിൽ ഈ കാണിക്കുന്ന 3D നമുക്ക് ആ സമയത്തൊക്കെ നമ്മൾ ഏകദേശം ആ സ്ഥലത്ത് ചെന്നിരിക്കുന്നത് പോലെയുള്ള ഫീലും അതുപോലെയുള്ള ലൈറ്റിംഗ് ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരു 3D വിസ്മയം എന്ന് വേണമെങ്കിൽ പറയാം ഈ സിനിമയെ. അതായത് നമ്മുടെ മലയാളത്തിൽ 30 കോടി ബഡ്ജറ്റിലെടുത്ത ഒരു സിനിമയാണ് ഈ ARM എന്ന ചിത്രം. അപ്പോൾ അതിൽ 3D മികച്ച് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ടെക്നീഷ്യൻ്റെ മിടുക്കാണ്, സംവിധായകൻ്റെ മിടുക്കാണ്, എല്ലാ ടെക്നിക്കൽ സൈഡിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ് ഇതിലെ 3D എഫക്റ്റിന് പിന്നിൽ എന്ന് നിസ്സംശയം പറയാൻ പറ്റും.
സാങ്കേതികപരമായിട്ടുള്ള ആളുകളെ എല്ലാവരെയും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് ക്യാരക്ടർ ചെയ്ത നമ്മുടെ ടൊവിനോ തോമസ്, അദ്ദേഹം 3 റോളുകളിൽ വരുന്നുണ്ട്. 3 റോളുകളിലും അദ്ദേഹം തിളങ്ങിയിട്ടുമുണ്ട്. എന്തായാലും ഒരു ടൊവിനോയുടെ 50ാമത്തെ സിനിമ എന്തായാലും ഒരു മഹാസംഭവം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ടൊവിനോയുടെ ആക്ടിങ് കരിയറിലെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് ഈ സിനിമയെ കാണാം. അത്തരത്തിലുള്ള സ്ട്രെയിൻ എടുത്ത് ചെയ്ത ഒരു സിനിമയാണ് എന്ന് കണ്ടവർക്ക്, സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. എന്തായാലും ടൊവിനോ ഒരു കരിയർ ബെസ്റ്റ്, ഇതുവരെ ഉള്ളതിൽ കരിയർ ബെസ്റ്റ് എന്ന് ഞാൻ പറയും. ഓണക്കാലത്ത് ഈ ARM പോലെ, ഇപ്പോൾ ARMനോടൊപ്പം തന്നെ വേറെ സിനിമകളും റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ARM പോലെ ഓണക്കാലത്ത് ഈ കുടുംബ സദസ്സുകൾക്ക് ഒരുമിച്ച് തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമ വരിക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ 30 കോടി ബഡ്ജറ്റിലായാലും ഒരു സിനിമ എടുത്തിരിക്കുന്ന ഈ ARM എന്ന സിനിമ 30 കോടി ബഡ്ജറ്റിലാണ് എടുത്തിരിക്കുന്നതെങ്കിലും ഒരു ഓണക്കാലം, പ്രത്യേകിച്ച് ഒരു ഉത്സവകാലത്ത് കണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. സിനിമ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയാണ്. ഒരു തിയേറ്റർ വാച്ച് മസ്റ്റായിട്ടുള്ള ഒരു സിനിമയാണ്. അതുപോലെ അത് 3Dയിൽ തന്നെ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.